നമസ്തേ, സ്വാഗതം. ബീറ്റോൺ ഓർഗാനിക്സിന്റെ 68ാമത് എപ്പിസോഡിലേക്ക്. ചിറ്റാമൃത്, ഹാർട്ട് ലീഫ്, മൂൺ സീഡ്, ഗുളൂച്ചി, അമൃത്, ഗുഡൂച്ചി, ചിന്നാരൂഹ, അമൃതവല്ലി, കുണ്ടലീന, മധുപർണി. ഈ മരങ്ങളെയൊക്കെ ചുറ്റി വളരുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു താങ്ങ് കിട്ടിയാൽ അതിനെ ചുറ്റി വളരുന്ന ഈ അമൃതവള്ളിയെ പറയുന്ന പേരാണ് ചിറ്റാമൃതം. രസായന ഔഷധമായിട്ടാണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഉഷ്ണവീര്യമാണ്. അതിൻ്റെ എല്ലാ ഭാഗങ്ങളും, കറയും ഉൾപ്പെടെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കാലിത്തീറ്റയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മനുഷ്യന്മാരുടെ കാര്യമാണ് വെച്ചാൽ മൂത്രാശയ രോഗങ്ങൾക്കും ആമാശയ രോഗങ്ങൾക്കും കരൾ സംബന്ധിയായിട്ടുള്ളത്, ത്വക്ക് രോഗങ്ങൾക്ക് വിഷാരിയാണ്. പാമ്പിൻ്റെ വിഷത്തിനും തേളിൻ്റെ വിഷത്തിനും ഉപയോഗിക്കുന്നുണ്ട്. ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. മലത്തിനെ ശോഷിപ്പിക്കാൻ കഴിയുന്നുണ്ട്. ബലം കൂട്ടാനായിട്ടും ജഠരാഗ്നി വർദ്ധിപ്പിക്കാനായിട്ടും വിശപ്പ് കൂട്ടാനായിട്ടും സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മെറ്റാബോളിക് ആക്ടിവിറ്റികൾ ശരിയാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. കാമില, രക്തദൗഷ്യം, ജ്വരം, കൃമി, ഛർദി, കുഷ്ഠം, പ്രമേഹം, ശ്വാസകോശ രോഗങ്ങൾ, കാസരോഗങ്ങൾ, പല വിധത്തിലുള്ള വാദങ്ങൾ, അർശസ്, ഹൃദ്രോഗം, അങ്ങനെ നമുക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ അസുഖങ്ങൾക്കും നമ്മുടെ ഈ ചിറ്റാമൃത് ഒരു വൻ ഔഷധമാണ് കേട്ടോ. ശരീരത്തിലെ ചൂട് ക്രമീകരിക്കാനായിട്ട് പറ്റും. പിന്നെ വൃക്ക രോഗികൾക്ക്, പിത്തജ്വരത്തിന്, മൂത്രവർദ്ധനവിന്, അസ്ഥിസ്രാവത്തിന്, പ്രത്യേകിച്ച് വാദങ്ങളിൽ രക്തവാദത്തിന് ഇത് അസലാണ്. അടിപൊളിയാണ്. ജലദോഷത്തിന്, വിണ്ടുകീറുന്നത്, പെരുമുട്ടുവാദം എന്ന് പറയും. പിന്നെ വ്രണങ്ങൾ, ഡെങ്കിപ്പനി, സ്വൈൻ ഫ്ലൂ, മലേറിയ, അതിൻ്റെയൊക്കെ ലക്ഷണങ്ങൾ കുറച്ചിട്ട്, പിന്നെ ആൻറ്റിപൈററ്റിക് ആയിട്ടുള്ള ഇതിൻ്റെ ഗുണം മൂത്രനാളികള അനുബാധ തടയാനായിട്ടും വന്ധ്യതാ ചികിത്സയ്ക്കും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഉത്കണ്ഠ, വിഷാദരോഗം, മനസ്സിനെ ശാന്തമാക്കുന്നുണ്ട്, ഓർമ്മശക്തി കൂട്ടുന്നു. അങ്ങനെ ചിറ്റാമൃതിൻ്റെ ഗുണങ്ങൾ എണ്ണിയാൽ ഒടുങ്ങില്ല.